ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫറോക്ക് ടൗൺ വെസ്റ്റ് നല്ലൂർ റെയിൽവേ അടിപ്പാത അടയ്ക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. റിയൽ എസ്റ്റേറ്റ് വ്യാപാര പ്രമുഖൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ഉന്നത ഇടപെടലുകൾ നടന്നതായി തിരോധാന ആക്ഷൻ കമ്മിറ്റി. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം. വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കിയ എഴുത്തുകാരനെന്ന് MP അബ്ദുസ്സമദ് സമദാനി MP. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഫറോക്ക് ടൗൺ വെസ്റ്റ് നല്ലൂർ റെയിൽവേ അടിപ്പാത അധികൃതർ കെട്ടിയടച്ചത് പൊളിച്ചുമാറ്റിയ നിലയിൽ. അപകടം ഒഴിവാക്കാനാണ് അടിപ്പാത അടച്ചതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. എന്നാൽ അടിപ്പാത അടയ്ക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും പറയുന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് വെസ്റ്റ് നല്ലൂർ അടിപ്പാത അധികൃതർ കെട്ടിയടച്ചത്. മഴ പെയ്താൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഇവിടെ പതിവാണ്. ഇത് കാരണം ഉണ്ടായേക്കാവുന്ന അപകടം ഒഴിവാക്കാനാണ് റെയിൽവേ അടിപ്പാത കെട്ടിയടച്ചത്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് റെയിൽവേ ഈ നടപടി സ്വീകരിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിയിൽ നിന്നും റെയിൽവേ പിന്മാറണമെന്ന് സ്ഥലം സന്ദർശിച്ച MK രാഘവൻ MP പറഞ്ഞു. ഇത് പൊതുജനങ്ങളെ യാത്ര ചെയ്യുന്ന വഴിയാണ്. വേറെ റോഡ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ഇത് പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ റെയിൽവേയുടെ ഈ പിടിവാശി ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഇവിടെ ലോക്കൽ ബോഡി ഉണ്ട്, ഇവിടെ മുനിസിപ്പാലിറ്റി ഉണ്ട്. പക്ഷെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുമായി ആലോചിക്കാതെ ചെയ്യുന്ന ഏകപക്ഷമായ നടപടി റെയിൽവേയുടെ, അത് സമ്മതിക്കാൻ കഴിയില്ല. എന്നാൽ രാത്രി തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അല്ല, റെയിൽവേ പറഞ്ഞ ന്യായം അതാണെങ്കിലും അതിന് പരിഹാരം നിർബന്ധമായി മുനിസിപ്പാലിറ്റി കാണണം. ഈ വെള്ളക്കെട്ട് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും, അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഒരു നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് ചെയർമാനോട് അഭ്യർത്ഥിക്കാനുള്ളത്. MP നേരിട്ട് ഉദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിച്ചു. എന്നാൽ അതിക്രമിച്ച് കയറുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കവുമായാണ് റെയിൽവേ മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായി ഇരുവശങ്ങളിലും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചെറുവാഹനങ്ങളും വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരുമായി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന അടിപ്പാതയാണിത്. പ്രശ്നപരിഹാരത്തിനായി സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട്. യാതൊരു കാരണവശാലും അടിപ്പാത കെട്ടിയടക്കാൻ അനുവദിക്കില്ലെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. റിയൽ എസ്റ്റേറ്റ് വ്യാപാര പ്രമുഖനായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ഉന്നത ഇടപെടലുകൾ നടന്നതായി തിരോധാന ആക്ഷൻ കമ്മിറ്റി. സ്ഥലം മാറ്റിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ വീണ്ടും അതേ സ്റ്റേഷനിൽ നിയമിച്ചത് ഇതിന്റെ ഭാഗമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമുക്കറിയാം, അന്വേഷണത്തിൽ ഒരുപാട് ശാസ്ത്രീയമായ മാർഗങ്ങളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയം ഉളവാക്കിയിരിക്കുകയാണ്. 10 മാസമായി അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. നേരത്തെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2023 ആഗസ്റ്റ് 21 അദ്ദേഹത്തെ വൈകിട്ട് 6:50 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ കണക്ട് ചെയ്യാൻ രാത്രി അദ്ദേഹത്തിന് ഫോണിൽ സംസാരിക്കുവാൻ സാധിച്ചില്ല. മുഹമ്മദ് ആട്ടൂർ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലെ പോലീസിന്റെ ഉദാസീനത, പോലീസും ബാഹ്യശക്തികളും തമ്മിൽ അവിഹിത കൂട്ടുകെട്ടുകൾ ഉണ്ടോ എന്ന സംശയമുണ്ടാക്കുന്നതായി തിരോധാന ആക്ഷൻ കമ്മിറ്റി. ഈ സാഹചര്യത്തിൽ കുടുംബം കേരള ഹൈക്കോടതി മുമ്പാകെ
മറ്റ് മികച്ച ഏജൻസികളെ കൊണ്ട് കേസന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കേസന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. എന്നാൽ പുതിയ ഓർഡർ പ്രകാരം സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥനെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ തന്നെ തിരിച്ച് നിയമിച്ചത് സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ സായാഹ്നങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PK ജിജീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വീണ്ടും അന്വേഷണത്തിൽ എത്തിയാൽ തങ്ങൾ കുടുങ്ങുമോ എന്ന് ഭയക്കുന്ന 4 പേരാണ് PK ജിജീഷിനെ മാമി കേസിൽ അന്വേഷണ ചുമതല ഏൽപ്പിക്കരുതെന്ന് വാദിക്കുന്നവരെന്ന് സാമൂഹ്യ പ്രവർത്തകൻ KM ബഷീർ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 മാസക്കാലം ആദ്യത്തെ 5 മാസക്കാലം അദ്ദേഹം നന്നായി മുന്നോട്ട് പോയി. കുറച്ച് സമയം കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. കേസ് ഹൈദരാബാദിലേക്ക് പോയി, മൊട്ടകളുടെ പിന്നാലെ പോയി. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു. കുടുംബവും പോലീസും എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു. അത്രയും വിശ്വാസയോഗ്യമായ സന്തത സഹചാരികളാണ് തെറ്റിദ്ധാരണ പരത്തുന്ന സംഗതികൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അദ്ദേഹം സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം വന്നാൽ ഈ കേസിന്റെ മറ്റു ദുരൂഹതകളുടെ ചുരുളഴിയും. അതിനെ ചിലർ ഭയക്കുന്നു. 5 മാസക്കാലം നീണ്ടുനിന്ന കേസന്വേഷണങ്ങൾ വഴിത്തിരിവിലെത്തി മുന്നേറുമ്പോൾ അവസാന ഘട്ടത്തിൽ PK ജിജീഷ് എന്ന ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് തിരിച്ചടിയായെന്ന് KM ബഷീർ പറഞ്ഞു. കേസന്വേഷണം തലക്കുളത്തൂരിലെ വീട് കേന്ദ്രീകരിച്ച് പുരോഗതിയിൽ എത്തുമ്പോഴാണ് ജിജീഷ് എന്ന സർക്കിൾ ഇൻസ്പെക്ടർ തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഇരിട്ടിയിലേക്ക് സ്ഥലം മാറിപ്പോയത്. പകരം വന്ന ഉദ്യോഗസ്ഥൻ കേസ് ഫയലുകൾ പഠിച്ച് അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മാമി കേസുമായി ബന്ധപ്പെട്ട ഉന്നത പോലീസ് അധികാരികൾ നേരിട്ട് ഉദ്യോഗസ്ഥനെ നടക്കാവിൽ തന്നെ നിയമിച്ചത് കേസ് അന്വേഷിച്ച് പൂർത്തിയാക്കാനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ എതിർക്കുന്നവർക്ക് കേസിന്റെ ചുരുളഴിയുമ്പോൾ സത്യം ബോധ്യമാകുമെന്നും സാമൂഹ്യ പ്രവർത്തകരായ K ഖൈസ് അഹമ്മദ്, PP ഷബീർ ഉസ്മാൻ, CN അബ്ദുൾ മജീദ് എന്നിവർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ ചെയർമാൻ KC അബു ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മുഖം നോക്കാതെ പ്രതികരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോട്ടൽ നളന്തയിലായിരുന്നു പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന വാർഷിക സമ്മേളനം. ഹൈന്ദവ വിഭാഗത്തിലെ സമുദായം തിരിച്ചുള്ള കണക്കുകൾ ലഭിക്കാൻ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. സമ്മേളനം സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ ചെയർമാൻ KC അബു ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മാറി മാറി വരുന്ന രാഷ്ട്രീയത്തിന്റെ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന കൂട്ടായ്മയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും ഒന്നൊരുമിച്ച് നിന്ന് സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി മാറി മാറി വരുന്ന ഭരിക്കുന്ന സർക്കാരുകളുടെ മുഖം നോക്കാതെ ശക്തമായ പ്രക്ഷോഭവും സമരവും ഒക്കെ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ TK മുരളീധര പണിക്കർ അധ്യക്ഷനായിരുന്നു. സമുദായത്തിന്റെ സംവരണാവകാശം നേടിയെടുക്കാൻ ഡൽഹി വരെ സമരം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ സെൻസസ് കണക്ക് എന്തായാലും ആവശ്യം, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അത് മുന്നോട്ട് കൊണ്ടുവരണം. അതുവരെ രാപ്പകൽ സമരം നമ്മുടെ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈക്കും നമ്മുടെ സമരം ശക്തമാക്കുന്നു. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ അങ്ങ് ഡൽഹി വരെ നമ്മൾ സമര പോരാട്ടം നടത്തും. ജനറൽ സെക്രട്ടറി EM രാജാമണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ KK സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ദേവരാജൻ തച്ചറക്കൽ, TK വിദ്യാധരൻ, PMG മുരളീധരൻ, കമല R പണിക്കർ, MP വിജീഷ് പണിക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുതിയ ഭാരവാഹികളായി ബേപ്പൂർ TK മുരളീധര പണിക്കർ, EM രാജാമണി, KK സുരേഷ്, ദേവരാജൻ തച്ചറക്കൽ എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
real beauty in your heart. Boche Golden Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബഷീർ കഥാപാത്രങ്ങളെ രസകരമായ കളികളിലൂടെ കുട്ടികളെ കൊണ്ട് വരപ്പിച്ചത് ശ്രദ്ധേയമായി. പുതിയറ BM UP സ്കൂളിലെ കുട്ടികളാണ് വരിയും വരയും എന്ന ചിത്രരചന ക്യാമ്പ് നടത്തി ബഷീറിന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. ബഷീർ ദിനത്തോടനുബന്ധിച്ച് പുതിയറ BM UP സ്കൂളിൽ വരിയും വരയും എന്ന ബഷീർ ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ലൈസമ്മ വർഗീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകലാ അധ്യാപകനും കാർട്ടൂണിസ്റ്റുമായ P. സതീഷ് കുമാർ വരിയും വരയും ക്യാമ്പിന് നേതൃത്വം നൽകി. നമ്മൾ പുതിയത് സൃഷ്ടിക്കുകയാണ്. ചന്ദ്രനിൽ പോയപ്പോൾ നിങ്ങൾ പറയാം, നിങ്ങൾ ചന്ദ്രൻ കണ്ടിക്കോ? നിങ്ങൾ ഓർമ്മയിലുണ്ടോ? നിങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണ്. നിങ്ങളെ ഡോറാപുഞ്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? ചാനൽ കണ്ടല്ലേ? TV കണ്ടല്ലേ? നിങ്ങളെ ആംഗ്രി ബേർഡിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ആംഗ്രി ബേർഡിനെ ആരാണ്ടാക്കി? ഏതോ ഒരാളെ മനസ്സിലുണ്ടായ സാധനം അല്ലേ? അയാൾ പുതിയ സൃഷ്ടിച്ചല്ലേ? ബെൻറ്റൻ എവിടെയുണ്ടെങ്കിൽ റോഡ് കണ്ടിട്ടുണ്ടോ? ബെൻറ്റനാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റോഡ് മേൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും കല്യാണം വീട്ടിൽ കണ്ടിട്ടുണ്ടോ? ബെൻറ്റനാ ഇല്ല. നിങ്ങൾ ആകെ കണ്ട TV-ലാണ് അല്ലേ? അതൊരാൾ സൃഷ്ടിച്ചതാണ്. ഇനി അടുത്തത് അഞ്ചാമത് നിങ്ങൾ ബാധിക്കുന്നത് ഇംപ്രവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചിത്രങ്ങൾ പരീക്ഷ നടത്തുകയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് വരികയാണ്. അധ്യാപകരായ സ്മിത ലക്ഷ്മി, ഷജീർ ഖാൻ വയ്യാനം, ആശ ചാൾസ്, നിജിന, ഷൈനി റോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം ക്ലബ്ബും CSCO ലൈബ്രറി കൗൺസിൽ ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരനും വിവർത്തകനുമായ CS ഗുദ്സി ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറ മാറ്റങ്ങളോടൊപ്പം വളരാൻ തയ്യാറാകുന്നില്ലെന്ന് പ്രമുഖ എഴുത്തുകാരനും വിവർത്തകനുമായ CS ഗുദ്സി. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം ക്ലബ്ബും കുറ്റിച്ചിറ CIE SCO ലൈബ്രറി കൗൺസിൽ ആൻഡ് റിസർച്ച് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച ബഷീർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനാ പക്ഷാചരണത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തുകാട്ടി. പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ PKV അബ്ദുൽ അസീസ്, MB ഫസൽ റഹ്മാൻ, CIE SCO ലൈബ്രറി കൗൺസിൽ കുറ്റിച്ചിറ ജനറൽ മാനേജർ ശ്രീ CPM സയ്യിദ് അഹമ്മദ്, അധ്യാപകരായ സർഷാർ അലി, ലിജി പുന്നൂസ്, ഫർസാന, വിദ്യാർത്ഥികളായ ഫാത്തിമ, ഷാനിയ, ഫിദ എന്നിവർ സംസാരിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി തലത്തിൽ നടത്തിയ വിവിധ പരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബഷീർ ദിനം സമുചിതമായി ആഘോഷിച്ചു. രാവിലെ അധ്യാപകർക്കൊപ്പം കുട്ടികൾ വയലാലിൽ വീട് സന്ദർശിച്ചു. സാംസ്കാരിക പരിപാടികളിലും പങ്കെടുത്തു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 30ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ബേപ്പൂരിലെ വൈലാലിൽ സംഘടിപ്പിച്ച അനുസ്മരണ ദിനത്തിൽ ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി. ബഷീറിനെ അനുസ്മരിച്ച് 1986 അദ്ദേഹം കുട്ടികൾക്കെഴുതിയ കത്ത് സന്തോഷ് ജോർജ് കുളങ്ങര വായിച്ചു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ ഈ കുട്ടികളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തൊരു ചാപ്റ്റർ വായിക്കുക, ക്ലാസ്സിൽ വായിപ്പിക്കുക. കുട്ടികൾ ചിലപ്പോൾ വായിച്ചു നിൽക്കില്ല പുസ്തകം കൊടുത്തു വിട്ടാൽ. ഞാൻ ഉറപ്പു തരുന്നു, അത്തരത്തിലൊരു പ്രവർത്തനം ഒരു 3 മാസം നടത്തിയാൽ കുട്ടികൾ വായനയുടെ ലോകത്തേക്ക് തിരിച്ചു വരും. ബഷീറിന്റെ പുസ്തകങ്ങളിലൂടെ വായനയുടെ ആവേശവും രോമാഞ്ചവും എന്താണെന്ന് അവർ തിരിച്ചറിയും. വായിച്ചു വളരുന്ന ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കുട്ടികളോട് ഞാൻ പറയുന്നു, ബഷീറിന്റെ പുസ്തകങ്ങൾ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ നമുക്കൊക്കെ അപ്രാപ്യനായ വേറെ ഒരു മനുഷ്യനാണെന്ന് കരുതേണ്ടതില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പേജ് നിങ്ങൾ വായിച്ചാൽ അന്നു മുതൽ ഈ മൊബൈൽ ഫോണിന്റെ ലോകത്ത് നിന്ന്
ടെലിവിഷന്റെ ലോകത്ത് നിന്ന്, സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നിന്ന് കിട്ടാത്ത അനുഭൂതി എങ്ങനെ പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും? ബഷീർ ദിനത്തിന്റെ ഭാഗമായി ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്നു. ബഷീറിന്റെ പൂവമ്പഴം എന്ന കഥയുടെ ചിത്രീകരണം കുട്ടികൾ അവതരിപ്പിച്ചു. ഇന്ന് ജമീല ബേബിക്ക് ആഗ്രഹം പൂവമ്പഴം തിന്നാനാണ്. കുട്ടികൾ വയലാൽ വീട്ടിലെ അനുഭവങ്ങളും പങ്കുവച്ചു. കുട്ടികൾ വരച്ച ബഷീറിന്റെയും ബഷീർ കഥാപാത്രങ്ങളുടെയും പ്രദർശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MES സെൻട്രൽ സ്കൂൾ ബഷീർ ദിനം അനുസ്മരണ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രൊഫസർ TM രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബഷീറിനെ കുറിച്ചുള്ള ഒട്ടേറെ വിശേഷങ്ങൾ അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. MES സെൻട്രൽ സ്കൂളിൽ ബഷീർ അനുസ്മരണം സമുചിതമായി ആചരിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മലയാള വിഭാഗം മേധാവിയായി വിരമിച്ച പ്രൊഫസർ TM രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബഷീറിന്റെ ഓരോ രചനകളെയും ശ്രദ്ധേയമാക്കുന്നത് തീക്ഷ്ണമായ അനുഭവങ്ങളാണെന്നും ഗൗരവതരമായ വിഷയങ്ങൾ പോലും ലളിതമായ ഭാഷയിൽ നിർമ്മരസത്തോടു കൂടി അവതരിപ്പിച്ചതാണ് ബഷീറിനെ ഏറെ ജനപ്രിയ സാഹിത്യകാരനാക്കി മാറ്റിയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് സാഹിത്യനഗര പദവി ലഭിച്ചതിൽ ബേപ്പൂർ സുൽത്താന്റെ പങ്ക് ഇമ്മിണി വലിയ ഒന്ന് തന്നെയാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി ശ്രീ TPM സജൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ഷജീന സ്വാഗതം ആശംസിച്ചു. മലയാള വകുപ്പ് മേധാവി ശ്രീമതി TK ശർമിള നന്ദി പ്രകാശിപ്പിച്ചു. ബഷീർ കഥാപാത്രങ്ങളുടെയും അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയുടെയും ദൃശ്യാവിഷ്കാരം കുട്ടികൾക്ക് ബഷീർ കൃതികൾ വായിക്കുവാനും കൂടുതൽ അറിയുവാനും പ്രചോദനമായി മാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കിയ എഴുത്തുകാരനെന്ന് MP അബ്ദുസമദ് സമദാനി MP. ബഷീറിന്റെ 30ാം ചരമവാർഷിക ദിനത്തിൽ ബേപ്പൂരിലെ വീട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് സാഹിത്യമെങ്കിലും രണ്ടും തമ്മിൽ അകലമുണ്ട്. ബഷീർ ആ അകലം ഏറ്റവും കുറച്ചു കൊണ്ടുവന്നു. ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കി. വാക്കുകൾക്ക് മൗനത്തിന്റെ ശക്തിയുണ്ടെന്നും മൗനത്തിന് വാക്കുകളുടെ ശക്തിയുണ്ടെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ബഷീർ ഗ്രന്ഥകർത്താവ് മാത്രമല്ല, ഭാഷാകർത്താവ് കൂടിയാണ്. ബഷീർ സ്വന്തം ഭാഷ ഉണ്ടാക്കി. വ്യാകരണത്തിലും നിയമത്തിനും വഴങ്ങാത്ത ഭാഷ അദ്ദേഹം സൃഷ്ടിച്ചു. ഭാഷ മനുഷ്യൻ്റേതാണ് എന്നായിരുന്നു ബഷീറിന്റെ അഭിപ്രായം. അക്ഷരാർത്ഥത്തിൽ വിശ്വസാഹിത്യകാരൻ എന്ന് വിളിക്കേണ്ട എഴുത്തുകാരനാണ് ബഷീർ എന്ന് സമദാനി ചൂണ്ടിക്കാട്ടി. ബഷീർ എഴുതിയതൊക്കെ സർവ്വലൗകിക വിഷയങ്ങളാണ്. ഒരു കഥയെഴുത്തുകാരൻ മാത്രമായ ബഷീറിന് ഭൂമിയുടെ അവകാശികൾ എഴുതാൻ സാധിക്കില്ല. കാലത്തോട് സംവദിക്കുന്ന കൃതിയാണത്. ഭൂമിയുടെ അവകാശികളിൽ രാഷ്ട്രീയമുണ്ട്, പരിസ്ഥിതിയുണ്ട്, പ്രപഞ്ചമുണ്ട്, ഭൂമിയുണ്ട്, മനുഷ്യരുണ്ട്. ഞാൻ ഈ ഭൂഗോളത്തെ ആകെ സ്നേഹിക്കുന്നു എന്ന ബഷീറിയൻ മുദ്രാവാക്യം വരും കാലത്തിന്റെ മുദ്രാവാക്യമെന്ന് അഭിപ്രായപ്പെട്ടു. കലാപം നടത്താതെ, വിപ്ലവം നടത്താതെ വിപ്ലവകാരിയായിട്ട് പുലർന്നു. അങ്ങനെയുള്ള ബഷീറിന്റെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാണ്. സാധാരണ പറയുന്നൊരു പറച്ചിലല്ല, പല ആളുകൾക്കും പ്രചോദനമാണ്, പല തലങ്ങളിലുള്ളവർക്ക് പ്രചോദനമാണ്. അപ്പോൾ കുട്ടികളതൊക്കെ പഠന വിധേയമാക്കണം. ഇന്ത്യയെ പഠിക്കണം ബഷീറിലൂടെ. ബഷീർ മുന്നോട്ട് വെച്ചൊരു ഇന്ത്യ, ആ ബഷീറിൻ്റെ ഓർമ്മകൾ നമുക്ക് മുന്നോട്ട് പോകുന്നതിന്, നമ്മുടെ കാലത്തെ നിർവചിക്കുന്നതിന്, മനുഷ്യരുടെ വേദനകൾ പങ്കിടുന്നതിന് സഹായിക്കുമാറാകട്ടെ.
ബഷീർ എപ്പോഴും വേദനകളാണ് പങ്കിട്ടത്, സ്വയം വേദനിച്ചുകൊണ്ടാണ് ജീവിച്ചത്. പക്ഷേ വലിയൊരു മനസ്സാണ്. പരിപാടിയിൽ സഞ്ചാര സാഹിത്യകാരൻ സന്തോഷ് ജോർജ് കുളങ്ങര, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കളായ ഷാഹിന, അനീസ് ബഷീർ, പ്രസാധകൻ രവി DD, വസീം അഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വൈലാലിൽ സന്ദർശകരായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഈ വർഷത്തെ വനമഹോത്സവം സമാപന സമ്മേളനവും ചാലിയം നഗര വന പദ്ധതിയിലെ പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ ഉദ്ഘാടനവും ജൂലൈ 7-ന് നടക്കും. ഉദ്ഘാടനവും വനമിത്ര പുരസ്കാര വിതരണവും മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ്, MK രാഘവൻ MP എന്നിവരും പരിപാടിയിൽ സംബന്ധിക്കും. നഗരങ്ങളിലും പരിസരങ്ങളിലും പച്ചപ്പ് നിലനിർത്താൻ വിഭാവനം ചെയ്യുന്ന നഗരവനം പദ്ധതിയുടെ ഭാഗമായാണ് ചാലിയത്ത് നഗരവനം സജ്ജമാക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറും പ്രവേശന കവാടവും മോഡേൺ ടിംബർ സ്റ്റോക്ക് യാർഡ്, കാവ്, ഇക്കോ സ്റ്റഡി സെന്റർ എന്നിവയാണ് പൂർത്തീകരിച്ച പ്രവർത്തികൾ. നിലവിലുള്ള ഹോർട്ടസ് മലബാറിക്കസ് ഉദ്യാനവും തടി ഡിപ്പോ ഓഫീസും പദ്ധതിയുടെ ഭാഗമായി പുനരുദ്ധരിക്കുന്നതാണ്. നഗരവനം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ നടൽ, അങ്ങാടി കുരുവികളെ സംരക്ഷിക്കുന്നതിനായി കൂട് സ്ഥാപിക്കൽ എന്നിവയും നടത്തി വരുന്നുണ്ട്. ഓരോ ജില്ലയിലും മികച്ച പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം വടകര നിവാസിയും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസുമായ ശ്രീമതി R ഇന്ദിരയ്ക്ക് സമ്മാനിക്കും. നഗരങ്ങളിലും പരിസരങ്ങളിലും പച്ചപ്പ് നിലനിർത്താൻ വിഭാവനം ചെയ്യുന്ന നഗരവനം പദ്ധതിയുടെ ഭാഗമായാണ് ചാലിയത്ത് നഗരവനം സജ്ജമാക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറും പ്രവേശന കവാടവും മോഡേൺ ടിംബർ സ്റ്റോക്ക് യാർഡ്, കാവ്, ഇക്കോ സ്റ്റഡി സെന്റർ എന്നീ പൂർത്തീകരിച്ച പ്രവർത്തികളുടെ ഉദ്ഘാടനവുമാണ് നടക്കുക. പ്രവർത്തികളുടെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. വനമിത്ര പുരസ്കാരം വടകര ചോറോഡ് നിവാസിയും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസുമായ R ഇന്ദിരയ്ക്ക് സമ്മാനിക്കും. പ്രശസ്തി പത്രവും 25,000 രൂപയുമാണ് പുരസ്കാരം. വിദ്യാവനങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും അസിസ്റ്റന്റ് കൺസർവേറ്റർ ജോഷിലിയം രചിച്ച 6 പുഴ നദി എന്ന നോവലിന്റെ പ്രകാശനവും മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്നും R കീർത്തി, B സന്തോഷ് കുമാർ, AP ഇത്തിയാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫറോക്ക് ടൗൺ വെസ്റ്റ് നല്ലൂർ റെയിൽവേ അടിപ്പാത അടയ്ക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. റിയൽ എസ്റ്റേറ്റ് വ്യാപാര പ്രമുഖൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ഉന്നത ഇടപെടലുകൾ നടന്നതായി തിരോധാന ആക്ഷൻ കമ്മിറ്റി. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം. വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കിയ എഴുത്തുകാരനെന്ന് MP അബ്ദുസ്സമദ് സമദാനി MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.